നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണു രാധാകൃഷ്ണൻ, മലപ്പുറം പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റാണ്. ഇന്ന് ആൻറ്റി ടി പി ഒ ആൻറ്റിബോഡി എന്ന് പറയുന്ന ടെസ്റ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ എൻഡോക്രൈനോളജിസ്റ്റുകൾ വളരെയധികം ആയിട്ട് കാണുന്ന ഒരു ടെസ്റ്റാണ് ആൻറ്റി ടി പി ഒ ആൻറ്റിബോഡി. രോഗികൾ പലപ്പോഴും ഇത് ചെയ്താണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ ഈ ഒരു ടെസ്റ്റ് മാത്രമായിട്ട് ഈ ആൻറ്റി ടി പി ഒ ആൻറ്റിബോഡിക്ക് യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. അപ്പോൾ ആൻറ്റി ടി പി ഒ ആൻറ്റിബോഡി ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരു രോഗിയും ചെയ്യേണ്ടതില്ല. അതേസമയം തൈറോയിഡിന് എന്തെങ്കിലും ഇനീഷ്യലി തൈറോയിഡിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, TSH ഒക്കെ അബ്നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഓട്ടോ ഇമ്മ്യൂൺ മാർക്കർ എന്ന നിലയിലാണ് ആൻറ്റി ടി പി ഒ ആൻറ്റിബോഡി ചെയ്യേണ്ടത്. ഒരു TSH ഒക്കെ നോർമലായ ഒരു വ്യക്തിക്ക്, അതായത് തൈറോയിഡ് ഡിസീസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആൻറ്റി ടി പി ഒ ആൻറ്റിബോഡി അവരുടെ രക്തത്തിൽ പോസിറ്റീവാണ് എന്നുള്ളതിന് യാതൊരു സിഗ്നിഫിക്കൻസും ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വെറുതെ ആൻറ്റി ടി പി ഒ ആൻറ്റിബോഡി ചെയ്ത് അത് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുക എന്നിവയൊന്നും കൃത്യമായിട്ട് ചെയ്യേണ്ടതില്ല. ഏതെങ്കിലും ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം തൈറോയ്ഡ് രോഗം ഉള്ളവർ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് മാത്രമാണ് ആൻറ്റി ടി പി ഒ ആൻറ്റിബോഡി. നോർമൽ പോപ്പുലേഷനിൽ തന്നെ 20% ആളുകളിൽ ആൻറ്റി ടി പി ഒ ആൻറ്റിബോഡി പോസിറ്റീവ് ആവാം. അതുകൊണ്ട് ഇത് പോസിറ്റീവായി എന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നും ഇല്ല. താങ്ക് യു. സർവമിദം വിഭാതി.